വെരിസെല്ല സോസ്റ്റർ വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ചിക്കൻ ബോക്സ്. സാധാരണയായിട്ട് 2 ആഴ്ച വരെയാണ് ചിക്കൻ ബോക്സ് വന്ന ആളുകളിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളത്. ഇത് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഒരു തവണ ഈ അസുഖം വന്ന ആളുകളിൽ ഇതിന്റെ ഒരു ഇമ്മ്യൂണിറ്റി 30 വർഷം മുതൽ 35 വർഷം വരെ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 10 മുതൽ 20 ദിവസം വരെയാണ്. അതിനുശേഷമാണ് പലപ്പോഴും അതിന്റെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ യൂഷ്വലി ഇതിന് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവാറില്ല. വളരെ കുറഞ്ഞ കേസുകളിൽ മാത്രം, അതായത് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾ, അതായത് പ്രായമുള്ള ആളുകളിൽ, അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റീറോയിഡ് തെറാപ്പി എടുക്കുന്ന ആളുകൾ, പ്രഗ്നന്റ് ലേഡീസ് എന്നിവരിലൊക്കെ ഈ അസുഖം വരുമ്പോൾ ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും കണ്ടുവരാറുണ്ട്. ചിക്കൻ ബോക്സ് ഉള്ള ആളുകളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഹാരത്തോടുള്ള താല്പര്യം കുറയുക, അമിതമായി ഉണ്ടാകുന്ന ക്ഷീണം, തലവേദന, നടുവേദന, ചെറിയ രീതിക്കുള്ള പനി. അതായത് ഇങ്ങനെ പനി വന്ന ഒരു 2 ദിവസത്തിന് ശേഷമാണ് ശരീരത്തിൽ റാഷസ് അഥവാ വെള്ളം നിറഞ്ഞതുപോലുള്ള കുമിളകൾ രൂപപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ കുമിളകൾക്ക് തീപ്പൊള്ളൽ ഏറ്റതിനു ശേഷം ഉണ്ടാകുന്ന ഒരു കുമിള പോലുള്ള ഒരു സാദൃശ്യവും കണ്ടുവരാറുണ്ട്. ഇത് മുഖത്താണ് കൂടുതൽ ഉണ്ടാവാറുണ്ടെങ്കിലും നെഞ്ച്, കഴുത്ത്, മുതുക് എന്നിങ്ങനെയുള്ള ശരീരഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ചിക്കൻ ബോക്സിന്റെ റാഷസ് കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ചിക്കൻ ബോക്സ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ടാണ്. അതായത് പ്രധാനമായും ചിക്കൻ ബോക്സ് മറ്റുള്ളവരിലേക്ക് പകരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ശരീരത്തിലെ സ്രവങ്ങളിലൂടെ, അതായത് തുമ്മലോ അല്ലെങ്കിൽ ഈ കുമിളകൾ പൊട്ടി അതിൽ നിന്നും വരുന്ന സ്രവത്തിലൂടെയൊക്കെ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചിക്കൻ ബോക്സ് ഉള്ള ആള് വേറൊരു റൂമിലേക്കോ മറ്റോ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ബേക്കറി ഫുഡ്സ് ഒക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക. ചിക്കൻ ബോക്സ് ഉള്ള ആളുകൾ ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക്, 2-3 ദിവസത്തേക്കൊക്കെ ഉറക്കക്കുറവ് വളരെ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. ചിക്കൻ ബോക്സ് ഉള്ള ആളുകൾക്ക് നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുക. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മസാല ചേർത്ത ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ 1-2 കരിക്കിൻ വെള്ളം ദിവസേന കൊടുക്കുന്നതും വളരെ നല്ലതാണ്.